നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ എങ്ങനെയും വരുമാനം വർദ്ധിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്ന തൊഴിൽ നികുതി കുത്തനെ ഉയർത്തി ഉത്തരവിറക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കുറഞ്ഞ വരുമാനക്കാരെയും ഇടത്തരം വരുമാനക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് പുതിയ പരിഷ്കാരം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിന് പിന്നാലെയാണ് 6ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ സർക്കാർ ധൃതി പിടിച്ച് നടപ്പിലാക്കിയത്. 12,000 രൂപ മുതൽ 45,000 രൂപ വരെ വരുമാനമുള്ളവർ 320 രൂപ മുതൽ 600 രൂപ വരെ നികുതി നൽകണം. 45,000 മുതൽ 99,999 രൂപ വരുമാനക്കാരിൽ നിന്ന് നേരത്തെ 480 രൂപ, 600 രൂപ, 750 രൂപ എന്നിങ്ങനെ 3 സ്ലാബുകളിലായി ഈടാക്കിയിരുന്ന തൊഴിൽ നികുതി ഇനി മുതൽ 780 രൂപ എന്ന ഒറ്റ നിരക്കാക്കി. 6 മാസത്തെ ശമ്പളം അടിസ്ഥാനമാക്കിയാണ് തൊഴിൽ നികുതി ഈടാക്കുന്നത്. 6 മാസത്തെ ശമ്പളം 11,999 വരെയുള്ളവർക്ക് തൊഴിൽ നികുതി നിരക്കിൽ മാറ്റമില്ല. 12,000 രൂപ മുതൽ 17,999 വരെ ശമ്പളം ഉള്ളവരുടെ നികുതി നിരക്ക് 120 നിന്ന് 320 രൂപയാക്കി. 18,000 മുതൽ 29,999 വരെയുള്ളവരുടെ പുതിയ നികുതി 480 രൂപയാണ്. നേരത്തെ ഇത് 180 രൂപയായിരുന്നു. കുറഞ്ഞ ഇടത്തരം വരുമാനക്കാരാണ് കൂടുതൽ എന്നതിനാൽ തന്നെ അവരെയാണ് ഈ നികുതി വർധനവ് കൂടുതൽ ബാധിക്കുക. 1,4 ലക്ഷത്തിന് മുകളിൽ എത്ര ശമ്പളമായാലും ഇപ്പോഴുള്ളതുപോലെ 1,250 രൂപ അടച്ചാൽ മതി. 6 മാസത്തെ വരുമാനം കണക്കാക്കി വർഷം 2 തവണ നികുതി അടയ്ക്കണം. പരിഷ്കരിച്ച തൊഴിൽ നിരക്കുകൾ 2024 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പരമാവധി വർധന 300 രൂപയിൽ കൂടിയിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. തൊഴിൽ നികുതി 1,250 രൂപയിൽ കൂട്ടാൻ ഭരണഘടനാ ഭേദഗതി വേണം. അതിനാലാണ് ഈ സ്ലാബിലുള്ള നികുതി നിരക്ക് കൂട്ടാത്തത്. 27 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നികുതി പരിഷ്കരണം എന്നതാണ് വിശദീകരണം. ഉത്തരവിനൊപ്പം ഗ്രാമപഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും അർദ്ധവാർഷിക തൊഴിൽ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ച് പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. 1 ലക്ഷം മുതൽ 1,24,999 വരെ ഉള്ളവർക്കും 1,25,000 വരെ ഉള്ളവർക്കും തൊഴിൽ നികുതിയിൽ മാറ്റമില്ല. യഥാക്രമം 1,000 രൂപയും 1,250 രൂപയുമാണിത്. ഓരോ സാമ്പത്തിക വർഷവും 2 തവണയാണ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും അംഗീകൃത തൊഴിലാളികളിൽ നിന്നും തൊഴിൽ നികുതി സ്വീകരിക്കുക. നികുതി പിരിക്കുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അതേസമയം സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ പദ്ധതികൾ വെട്ടിച്ചുരുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തത്. നടപ്പ് പദ്ധതികൾക്ക് ഇനി മുതൽ മുൻഗണനാക്രമം നിശ്ചയിക്കും. 2024-2025 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ആവശ്യമായ ക്രമീകരണം വരുത്താൻ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ധനകാര്യം, റവന്യൂ, വ്യവസായം, നിയമം, ജലവിഭവം, ഊർജ്ജം, വനം, തദ്ദേശ സ്വയംഭരണം, എക്സൈസ് വകുപ്പ് മന്ത്രിമാരാണ് അംഗങ്ങൾ. നടപ്പ് പദ്ധതികൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വർക്കിംഗ് ഗ്രൂപ്പ് അനുമതി നൽകുന്നതിന് മുമ്പ് പദ്ധതിയുടെ അനിവാര്യത പരിശോധിക്കും. ഇങ്ങനെ പരിശോധിച്ച് ശുപാർശ നൽകാൻ ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് സെക്രട്ടറി, ആസൂത്രണ വകുപ്പ് സെക്രട്ടറി, ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി എന്നിവരുടെ കമ്മിറ്റിയും രൂപീകരിക്കും. വരുമാന വർധനവിനുള്ള ഫീസുകളുടെ പരിഷ്കരണത്തിനും നികുതിയേതര റവന്യൂ വർധനവിനുമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിശോധിക്കും. ഇക്കാര്യത്തിൽ പരാതികൾ പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥതല സമിതി രൂപീകരിക്കും. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിന് നിരക്ക് വർധനവ് വരുത്തില്ല. വിദ്യാർത്ഥികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് നിരക്ക് വർധനവ് ബാധകമാകില്ല. വകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും സമയബന്ധിതമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഏകോപനങ്ങൾക്കുമായി ധനകാര്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, നിയമ വകുപ്പ് മന്ത്രി എന്നിവരുൾപ്പെടുന്ന ഒരു മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കും. ഏത് വകുപ്പിന്റെ വിഷയമാണോ പരിഗണനയ്ക്ക് എടുക്കുന്നത് ആ വകുപ്പ് മന്ത്രിയെ യോഗത്തിലേക്ക് പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തും. ചീഫ് സെക്രട്ടറി ആയിരിക്കും കമ്മിറ്റി സെക്രട്ടറി. കമ്മിറ്റി യോഗം ചേർന്ന് ശുപാർശകൾ നൽകും. ഉപസമിതി ശുപാർശകൾ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ നടപ്പാക്കും. അതേസമയം നേരത്തെ കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അടുത്ത കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണം. മനുഷ്യവിഭവ വികസനം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സ്റ്റാർട്ടപ്പ്, നൂതനത്വം തുടങ്ങിയ മേഖലയിൽ രാജ്യത്തിന് അഭിമാനകരമായ നിലയിലുള്ള നേട്ടങ്ങൾ കേരളത്തിനുണ്ട്. അവ നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നേറുന്നതിനും സഹായകമായ നിലയിലുള്ള സാമ്പത്തിക സഹായം ആവശ്യമാണ്. നിലവിലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ ഉതകുന്ന നിലയിൽ 2 വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമായിരുന്നു കേരളം തേടിയത്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രീ ബജറ്റ് ചർച്ചകളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിലായിരുന്നു കേരളം ഈ ആവശ്യം ഉന്നയിച്ചത്.